നമസ്കാരം. പ്രധാന വാർത്തകൾ. UDF-നെ തകർക്കുകയാണ് PC ജോർജിന്റെ ലക്ഷ്യമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. കോടതികൾ അഴിമതിക്കാരെ ശിക്ഷിച്ചപ്പോൾ UDF അഴിമതി കേസ് പിൻവലിച്ചെന്ന് മാത്യു ടി തോമസ്. റബ്ബർ വിലയിടിവിനെതിരെ AKCC നേതൃത്വത്തിൽ റബ്ബർ ഷീറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. വാർത്തകൾ വിശദമായി. UDF-നെ തകർക്കുകയാണ് PC ജോർജിന്റെ ലക്ഷ്യമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. UDF-ലെ ട്രോജൻ കുതിരയായ PC ജോർജിനെ നിലയ്ക്ക് നിർത്തണമെന്ന് റോയ് കെ പൗലോസ് ആവശ്യപ്പെട്ടു. ഇടതുപക്ഷത്തിന്റെ അച്ചാരം വാങ്ങിയാണ് ജോർജ് പ്രവർത്തിക്കുന്നത്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന സ്വഭാവം ജോർജിന് പണ്ടേയുണ്ട്. അച്യുതാനന്ദന്റെ കൈമുത്തേണ്ട ആവശ്യം UDF-ന്റെ ചീഫ് വിപ്പിനില്ലെന്നും റോയ് കെ പൗലോസ് പറഞ്ഞു. കോട്ടയം DCC PC ജോർജിനെതിരെ രംഗത്ത് വന്നതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇടുക്കി DCCയും PC ജോർജിനെതിരെ രംഗത്ത് വന്നത്. UDF-ലെ ട്രോജൻ കുതിരയായ PC ജോർജിനെ നിലയ്ക്ക് നിർത്താൻ UDF നേതൃത്വം അടിയന്തരമായി ഇടപെടണം എന്നാവശ്യപ്പെടുകയാണ്. UDF-ലെ ഇന്ന് നിലവിലുള്ള ഏക പ്രശ്നം യഥാർത്ഥത്തിൽ PC ജോർജാണ്. PC ജോർജ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും UDF-നെ തകർക്കുക, LDF-നെ സഹായിക്കുക എന്നുള്ള ബോധപൂർവമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. PC ജോർജിൻ്റെ പാരമ്പര്യം തന്നെ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ബോധ്യപ്പെടും. ഏത് മുന്നണിയിലാണോ PC ജോർജ് നിൽക്കുന്നത് ആ മുന്നണിയെ തകർക്കുന്ന സമീപനമാണ് എക്കാലത്തും PC ജോർജ് സ്വീകരിച്ചിട്ടുള്ളത്. ഇടതുപക്ഷ മുന്നണിയിൽ അദ്ദേഹം നിന്നപ്പോൾ ആ മുന്നണിയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളാണ് PC ജോർജ്. ഇപ്പോൾ UDF-ലാണ്. UDF-ന്റെ മുന്നണിയെ തകർക്കാനും ഇടതുപക്ഷത്തിന് സഹായകരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാനുമാണ് PC ജോർജ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ഒരു സ്വഭാവം അത് PC ജോർജിന് പണ്ട് മുതലേ ഉള്ളതാണ്. ആ പ്രവർത്തനങ്ങളെല്ലാം നടത്തുകയും ഇടതുപക്ഷത്തിൻ്റെ അച്ചാരം വാങ്ങിക്കൊണ്ട് ഈ മുന്നണിയെ തകർക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ UDF-ൽ ഒരു കാരണവശാലും അനുവദിക്കാൻ വയ്യാത്തതാണ്. അടിയന്തരമായി UDF നേതൃത്വം ഈ കാര്യത്തിൽ ഇടപെടണം, ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഈ മുന്നണിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനുള്ള വളരെ അടിയന്തര നടപടികൾ ഉണ്ടാകണം, അതിന് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഇടതുപക്ഷവും മുന്നണിയുമായിട്ട് നേതാക്കന്മാരുമായിട്ട് PC ജോർജിന് ബന്ധമുണ്ടെന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടാണോ അറിയാം? കഴിഞ്ഞ ദിവസം തന്നെ കണ്ടല്ലോ, സാധാരണ ബിഷപ്പുമാർ പോപ്പുമാരുടെയൊക്കെ അടുത്ത് പോയൊക്കെയാണ് കൈമുത്തുന്നത്. ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. PC ജോർജ് പോയി കൈമുത്തുന്നത് കണ്ടത് അച്യുതാനന്ദൻ പോപ്പിൻ്റെ അടുത്ത് പോയാണ് കൈമുത്തുന്നത് കണ്ടത്. അപ്പം അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അച്യുതാനന്ദൻ്റെ കൈമൊത്തേണ്ട ജോലി UDF-ന്റെ ചീഫ് വിപ്പിനില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഒരുപാട് അവിശുദ്ധമായിട്ടുള്ള ഇടപാടുകളും ബന്ധങ്ങളും ഒക്കെ PC ജോർജിനുണ്ടെന്നാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അഴിമതിക്കാരെ ജയിലിൽ അടച്ച സുപ്രധാന വിധികൾ വന്ന ആഴ്ച തന്നെ പാമുലിൻ കേസ് പിൻവലിക്കാൻ കേരള മന്ത്രിസഭ തീരുമാനിച്ചത് UDF-ന്റെ മനോഭാവമാണ് വ്യക്തമാക്കുന്നതെന്ന് ജനതാദള സംസ്ഥാന പ്രസിഡന്റ് മാത്യു ടി തോമസ്. 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന കേസ് വിചാരണയോട് അടുക്കുമ്പോഴാണ് മന്ത്രിസഭ ഏകകണ്ഠമായ തീരുമാനത്തിലൂടെ പിൻവലിച്ചത്. അഴിമതിക്കും വിലക്കയറ്റത്തിനുമെതിരെ നയിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് തൊടുപുഴയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനതാ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് ശ്രീ AM മമ്മൂഞ്ഞ്, യുവജനതാദൾ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് PS ഷാനവാസ്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തെക്കാളും അഴിമതി ചെറുക്കുന്നതിൽ മുന്നിട്ട് നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു കേരളം. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ബീഹാർ അടക്കം മുൻ മുഖ്യമന്ത്രിമാരെ അഴിമതി കേസിൽ വിചാരണ ചെയ്ത് ജയിലടച്ചപ്പോ MP-മാർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന MP സ്ഥാനം നഷ്ടപ്പെട്ടപ്പോ ആ ആഴ്ച തന്നെ കേരളത്തിലുണ്ടായ സംഭവവികാസം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെ 2 ദശാബ്ദമായി നിലനിന്നിരുന്ന ഒരു കേസ്
അന്വേഷണ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കി വിചാരണ തുടങ്ങാൻ പാകമായി നിന്ന ഒരു അഴിമതി കേസ്, പാമോയിൽ കേസ് പിൻവലിക്കുന്നതിന് കേരളത്തിലെ മന്ത്രിസഭ തീരുമാനമെടുത്തത് ഈ ആഴ്ച തന്നെയാണ്. കേരളത്തിൽ 21 മന്ത്രിമാരുണ്ട്. തൊടുപുഴയിലെ MLA ശ്രീ PJ ജോസഫ് അടക്കം ഒരു കാലത്തും കേരളത്തിലില്ലാത്ത വലിയ അംഗസംഖ്യയാണ് മന്ത്രിസഭയ്ക്കുള്ളത്. മുടിയുടെ എടുക്കേണ്ടതല്ല, അവധാനതപൂർവം ചർച്ച ചെയ്തെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കാൻ പാടില്ലാത്തതാണ് എന്ന് പറയാൻ കേരള മന്ത്രിസഭയിൽ ഒരാൾ പോലും ഉണ്ടായില്ല. ലോകത്തെമ്പാടും അഴിമതിക്കെതിരെ ശബ്ദമുയരുമ്പോ ഇന്ത്യയിലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ അഴിമതി വീരന്മാരെ തുറുങ്കിലടയ്ക്കാൻ വേണ്ടി വിചാരണ പൂർത്തിയാക്കി കോടതികൾ വിധി പ്രഖ്യാപിക്കുമ്പോ കേരളത്തിൽ വിചാരണയ്ക്ക് പാകമായി കഴിഞ്ഞിരുന്ന ഒരു അഴിമതി കേസ് പിൻവലിക്കാനാണ് കഴിഞ്ഞ ആഴ്ച ഉമ്മൻചാണ്ടി സർക്കാർ തയ്യാറായത്. റബ്ബർ വിലയിടിവിനെതിരെ AKCC നേതൃത്വത്തിൽ റബ്ബർ ഷീറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. AKCC തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് യൂണിറ്റ് നേതൃത്വത്തിലാണ് റബ്ബർ ഷീറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചത്. ഫെറോന ഡയറക്ടർ ഫാദർ ജോസ് മോനിപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ എബ്രഹാം നിരവത്തിനാൽ നേതൃത്വം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് സജി പോളക്കുഴി, സെക്രട്ടറി ജെയിംസ് മളിയേക്കൽ, സിബിച്ചൻ ആന്റണി എന്നിവർ നേതൃത്വം നൽകി. പറഞ്ഞിരുന്നത് അതിൽ ലഭിക്കാതെ ആ മാസത്തിൽ തന്നെ 2.5 ലക്ഷം റബ്ബർ പുറമേ നിന്ന് ഇറക്കി ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ മാസത്തിൽ ഈ വിലയിടിവിനെ സംബന്ധിച്ച് പല ചർച്ചകളൊക്കെ വന്നതിന് ശേഷവും ഈ അടുത്ത കാലത്തായിട്ട് 40,000 ടൺ റബ്ബർ ഈ നമ്മുടെ ടയർ ലോബികൾ ഇറക്കുമതി ചെയ്യാനുള്ള സംവിധാനം ഒത്താശകൾ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ് ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത് കർഷകരോടുള്ള ഒരു വഞ്ചനയാണ്. ഇന്നൊരു വഞ്ചന ദിനമായിട്ട് പ്രത്യേകിച്ച് കോതമംഗലം രൂപത AKCCയുടെ ഒക്കെ ആഭിമുഖ്യത്തിൽ എല്ലാ കർഷകരുടെയും ഒരു വഞ്ചന ദിനമായിട്ട് നമ്മുടെയൊക്കെ പ്രതിഷേധം. മുതലക്കുടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ മുതലക്കുടം പഴുക്കാക്കുളം റോഡ് ശുചീകരിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് റോഡ് ശുചീകരിച്ചത്. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ജയ്ഹിന്ദ് ലൈബ്രറി എല്ലാ വർഷവും പഴുക്കാക്കുളം റോഡ് ശുചീകരിക്കാറുണ്ട്. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ, അജയ് തോമസ്, ഷാജു പോൾ എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ 18 വർഷക്കാലമായി ഒരു വർഷം പോലും മുടങ്ങാതെ ഈ പ്രവർത്തനം നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ജയ്ഹിന്ദ് ലൈബ്രറി അതിൻ്റെ കലാസാംസ്കാരിക രംഗത്തും സാമൂഹ്യ രംഗത്തും ഇടപെടൽ നടത്തിക്കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഗാന്ധി ജയന്തി ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് അതിനെ നേരിടുന്നത്. അത്തരത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് പോകുവാനായിട്ട് 100ഓളം ലൈബ്രറി അംഗങ്ങളാണ് ഇന്ന് പങ്കെടുക്കുന്നത്. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അതുപോലെ ഉപകരണങ്ങളെല്ലാം ഇങ്ങനെ ഈ നാട്ടിലുള്ള ഓരോ ആളുകളിൽ നിന്നും അവർ സ്പോൺസർ ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. നല്ല നിലയിൽ ഈ നാട്ടിലെ ആളുകൾ ഇതിനോട് സഹകരിച്ചു പോകുന്നു. ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവിധമായ പിന്തുണയും ഈ നാട്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പാറക്കടവ് പുനരധിവാസ കോളനിയും പരിസരവും സ്ഥലവാസികൾ ശുചീകരിച്ചു. കോളനിയിലെ മുഴുവൻ കുടുംബങ്ങളും ചേർന്നാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. വാർഡ് കൌൺസിലർ R. ഹരി നേതൃത്വം നൽകി. പകർച്ചവ്യാധികൾ തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് R. ഹരി പറഞ്ഞു. മലയാളി വ്യക്തി ശുചിത്വത്തിൽ ഏറ്റവും താല്പര്യമുള്ള ആളുകളാണ്. എന്നാൽ പൊതു ശുചിത്വം, പരിസര ശുചിത്വം ആ കാര്യത്തിൽ ഒട്ടും ശ്രദ്ധിക്കാത്ത ആളുകളുമാണ്. തൊടുപുഴ നഗരസഭയാണെങ്കിൽ മാലിന്യ വിമുക്ത തൊടുപുഴ എന്ന മുദ്രാവാക്യം നടപ്പാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രമം നടത്തുമ്പോൾ വലിയൊരു പുരോഗതി ആ രംഗത്തുണ്ടാക്കുവാൻ നഗരസഭയ്ക്ക് കഴിയുന്നില്ല. ഏത് റോഡിൽ നോക്കിയാലും ആളുകൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ അവനവൻ്റെ വീട്ടിലെ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് റോഡിലാണ് നിക്ഷേപിക്കുന്നത്. ഈ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സഭയെ വിമർശിച്ച് പുസ്തകം എഴുതിയ അധ്യാപകന്റെ മൃതദേഹം പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുന്നത് സഭ നേതൃത്വം വിലക്കി. മുട്ടം വള്ളിപ്പാറ സ്വദേശിയും മേലുകാവ് ഹെൻറി ബേക്കർ കോളേജ് ചരിത്ര വിഭാഗം മേധാവിയുമായിരുന്ന പ്രൊഫസർ CC ജേക്കബിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിനാണ് എള്ളുംപുറം CSI പള്ളി വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്.
തുടർന്ന് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ജലസ്നാനം ഒരു പഠനം എന്ന CC ജേക്കബിന്റെ ഗ്രന്ഥമാണ് സഭയുമായുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായത്. CC ജേക്കബ് MG യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗവുമായിരുന്നു. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലും ഇരിക്കുന്നവരെ കരുണയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. നവരാത്രി സംഗീത ഉത്സവത്തിന് ആരംഭമായി. ഒക്ടോബർ 5 ആരംഭിച്ച് 14 വിജയദശമിയോടെയാണ് സമാപിക്കുന്നത്. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി 1-ാം ദിവസം ഇടവെട്ടി ഭജന സംഘം ഭജന അവതരിപ്പിച്ചു. 9 ദിവസവും നവരാത്രി സംഗീത മണ്ഡപത്തിലാണ് സംഗീത പരിപാടി നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിന്റെ കാര്യത്തിൽ BJP മറ്റു പാർട്ടികളെക്കാൾ ബഹുകാതം മുന്നിലാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി R. രാധാകൃഷ്ണ മേനോൻ. BJP ഉയർത്തിക്കാട്ടുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി നരേന്ദ്രമോദിയിലാണ് ജനങ്ങളും മാധ്യമങ്ങളും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി മുനിസിപ്പൽ നേതൃയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് KP രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സന്തോഷ് അറയ്ക്കൽ, KS അജി, PP ചന്ദ്രശേഖരൻ, PR വിനോദ്, TS രാജൻ, PG രാജശേഖരൻ, സിജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഇന്ന് മുന്നേറ്റത്തിലാണ്. മറ്റുള്ളവരെക്കാൾ ഒരടി മുന്നിലാണ്. മറ്റ് കക്ഷികൾക്ക് ആര് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണിത് എന്ന് പരസ്യമായി പറയുവാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം, പ്രധാനമന്ത്രിയെ നിയന്ത്രിക്കാൻ ശേഷിയുണ്ട് എന്ന് കാണിക്കുവാൻ രാഹുലിന്റെ നേതൃത്വത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ അരങ്ങേറുന്ന കാലഘട്ടത്തിൽ അതൊരു തമാശയായി കണ്ട് ഭാരതത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും നരേന്ദ്രമോദിയെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. നമുക്കറിയാം, ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഈ നാടിന്റെ സർവസ്വവും ദുർബലമായിരുന്ന ഒരു സാഹചര്യം, ഈ നാടിന്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ ഈ നാട്ടിലെ ജനകോടികളെ പ്രേരിപ്പിച്ചത് സ്വാമി വിവേകാനന്ദന്റെ ഐതിഹാസികമായ ചിക്കാഗോ പ്രസംഗമായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഇവിടെ നിന്നുകൊണ്ട് ആരൊക്കെ എന്തു പറഞ്ഞാലും ശ്രദ്ധിക്കാത്ത നമുക്ക് വിദേശികൾ ഇത് മനസ്സിലാക്കി എന്നറിഞ്ഞാൽ അത് അംഗീകരിക്കുന്ന സ്വഭാവം ഇന്ന് തുടങ്ങിയതല്ല, അന്നേ തുടങ്ങിയതാണ് എന്നതിന്റെ തെളിവാണ് ചിക്കാഗോ പ്രസംഗത്തിന് ശേഷം ഭാരതത്തിലുണ്ടായ ഉണർവ്. ബംഗളൂർ ദേവീവിലാസം NSS കരയോഗത്തിന്റെ കുടുംബസംഗമം നടന്നു. സരസ്വതി വിദ്യാഭവനിൽ കരയോഗം പ്രസിഡന്റ് G. ശിവശങ്കരൻ നായർ ആയിരുന്നു അധ്യക്ഷൻ. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. SN ശ്രീകാന്ത്, ജലജ ശശി, PG ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബഭദ്രത എന്ന വിഷയത്തിൽ പായ് പ്രഥമനൻ ക്ലാസ് നയിച്ചു. സുരേഷ് കുമാർ B സ്വാഗതവും വിനോദ് B നന്ദിയും പറഞ്ഞു. നമ്മുടെ സമുദായത്തിന്, ഈ രാജ്യത്തിന് വേണ്ടി, ഈ നാടിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന്റെ ആകെക്കൂടിയുള്ള വിലയിരുത്തലാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ ഒരു തലത്തിലും മാറ്റി നിർത്താൻ സാധ്യമല്ല. അത് കലയിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും വ്യവസായ രംഗത്താണെങ്കിലും വാണിജ്യ രംഗത്താണെങ്കിലും അതുപോലെ ഭരണ രംഗത്താണെങ്കിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലാണെങ്കിലും രാജ്യരക്ഷയുടെ കാര്യത്തിലാണെങ്കിലും ഈ സമുദായം ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരിന്ന് നയിക്കുന്നുണ്ട്. ആ നിലയിൽ ഇനിയും വളർന്നു വരുന്ന നമ്മുടെ യുവാക്കൾക്ക് നമ്മുടെ സംസ്കാരത്തെ പകർന്നു കൊടുത്ത് അവരെ ശ്രേഷ്ഠന്മാരായ പൗരന്മാരാക്കി മാറ്റിയെടുക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഏതാണ്ട് 2 ലക്ഷത്തോളം യുവതികൾ ഇന്ന് 20,000-ഓളം സ്വയം സ്വാശ്രയ സംഘങ്ങൾ വഴി അത് തൊഴിൽ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് പണം സമ്പാദിക്കാൻ കഴിയുന്നുണ്ട്.
അപ്പൊ ആ നിലയിലേക്ക് തൊഴിൽ കൊടുക്കാനും കുടുംബത്തിൽ ഗൃഹനാഥനോടൊപ്പം തന്നെ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ സഹോദരിമാർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് നമുക്കറിയാം, നമ്മുടെ കല്യാണങ്ങളെ സംബന്ധിച്ചിടത്തോളം പണ്ട് കാലത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം അതിന്റെ ഏറ്റവും പ്രമുഖമായ അജണ്ടയായിരുന്നു. കൈതക്കോട് സോപാനം റെസിഡൻസ് അസോസിയേഷൻ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഫാത്തിമ ഐ കെയർ ആശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർമാൻ ടി ജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർമാരായ താജുന്നീസ, ഷീജ ജെയിൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ ഫിറോസ് ഖാൻ നേതൃത്വം നൽകി. ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും ആ ക്യാമ്പിൽ പങ്കെടുക്കുവാനും പരിശോധിക്കുവാനും തുടർന്ന് അവർക്ക് ചികിത്സ ആവശ്യമാണെങ്കിൽ അത് കൊടുക്കുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഫാത്തിമ ഐ കെയർ ഹോസ്പിറ്റലാണ് മുൻപന്തിയിലേക്ക് വന്നിരിക്കുന്നത്. അവിടെ ശസ്ത്രക്രിയയും അതുപോലെ മറ്റു കാര്യങ്ങളുമൊക്കെ നേത്രത്തിൻ്റെ ചെയ്തു കൊടുക്കുന്നതുമാണ്. അപ്പം ഇവിടെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ, അതായത് ഇന്ന് പരിശോധിച്ചതിന് ശേഷം ശസ്ത്രക്രിയ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുന്നു. അതുപോലെ തുടർന്ന് 3 മാസത്തേക്ക് സൗജന്യമായി തന്നെ ചികിത്സ നടത്തുന്നു. മറ്റ് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലെൻസ് കണ്ണിൻ്റെ ലെൻസ് മാറ്റി വയ്ക്കുന്ന വന്നാൽ ആ ലെൻസിൻ്റെ മാത്രം പൈസ വാങ്ങിച്ചുകൊണ്ട് മറ്റ് ഫ്രീ ആയി ചെയ്തു കൊടുക്കുന്നു. അതിലൂടെ ആളുകൾക്ക് പ്രയോജനം കൂടുതൽ കിട്ടുകയും ചെയ്യും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF-നെ തകർക്കുകയാണ് PC ജോർജിന്റെ ലക്ഷ്യമെന്ന് ഇടുക്കി DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ്. കോടതികൾ അഴിമതിക്കാരെ ശിക്ഷിച്ചപ്പോൾ UDF അഴിമതി കേസ് പിൻവലിച്ചെന്ന് മാത്യു ടി തോമസ്. റബ്ബർ വിലയിടിവിനെതിരെ AKCC നേതൃത്വത്തിൽ റബ്ബർ ഷീറ്റ് കത്തിച്ച് പ്രതിഷേധിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.